നമസ്കാരം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം പതിവിൽ നിന്ന് വിഭിന്നമായി 1-2 ആഴ്ച നേരത്തെ കേരളത്തിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മലബാറിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശരിയായ മഴ കിട്ടി. ആ മഴയോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ കാറ്റും കേരളത്തെ ആകെ അങ്ങനെ ഒരു വിരളി പിടിച്ച ഒരു അന്തരീക്ഷമായിരുന്നു ഈ കഴിഞ്ഞുപോയ 2 ദിവസങ്ങൾ. അപ്പോൾ അത് ഇതിന് മുൻകാലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കവും അതുപോലെ ഉരുൾപൊട്ടലുമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭീതി നിറച്ചായിരുന്നു കേരള ജനത ആകമാനം ഈ മൺസൂൺ കാലത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ആ ഭീതിയുടെ നിഴൽ വിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് കേരളത്തിലെ ആകെ ശ്രദ്ധ കടലിലേക്ക് തിരിച്ചു. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ഒരു കപ്പൽ തോട്ടപ്പള്ളിക്ക് നിന്നും 15 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ വെച്ച് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നൊരു വാർത്ത കേരളത്തെ ശരിക്കും ഞെട്ടിച്ചു എന്നല്ല, എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് മാറി. പതുക്കെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ നമുക്ക് ഒരു പുതിയ കാര്യമാണ്. ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു സങ്കല്പം പോലും യഥാർത്ഥത്തിൽ നമുക്കില്ല. പക്ഷേ ഇത് ആ കപ്പൽ പതുക്കെ ആ കപ്പൽ മുങ്ങിക്കൊണ്ട് അവസാനം പൂർണ്ണമായും 24 മണിക്കൂറിനുള്ളിൽ ആ കപ്പൽ പൂർണ്ണമായും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ ദൃശ്യങ്ങൾ ചാനലുകളിലും മറ്റു ഇതര മാധ്യമങ്ങളിലും വലിയ വാർത്തയായി വന്നതോടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. അപ്പോൾ ഈ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ് അത് കടലിലേക്ക് ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പതുക്കെ ഈ കപ്പൽ മുങ്ങുകയായിരുന്നു. ഇതിനകത്ത് റഷ്യക്കാരനായ ക്യാപ്റ്റനും ഫിലിപ്പൈനികളായ 20 പേരും യുക്രൈൻ അതുപോലെ ജോർജിയ സ്വദേശിയായ 2 പേരും ഉൾപ്പെട്ട 23 പേരായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ 20 പേരെയും ഡോണിയർ വിമാനങ്ങളും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. ബാക്കി 3 പേരെ കുറച്ചുകൂടെ വൈകി കപ്പൽ പൂർണ്ണമായി മുങ്ങും എന്നുള്ള ഇത് വന്നപ്പോൾ ക്യാപ്റ്റനെ ഉൾപ്പെടെയുള്ളവരെയും രക്ഷപ്പെടുത്തി. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ഈ കണ്ടെയ്നർ ഷിപ്പിൽ 640ഓളം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 13 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന രാസവസ്തുവാണ്. ഇത് വെള്ളവുമായി ചേർന്നാൽ മാരകശേഷിയുള്ള സ്ഫോടനമോ തീപിടുത്തമോ ഉണ്ടാകും. പിന്നീടുള്ളത് 84 ടൺ ഡീസലും 367 ടൺ ഫ്യൂവൽ ഓയിലുമാണുള്ളത്. തകർന്ന മുങ്ങിയ കപ്പലിൽ നിന്ന് ഈ ഫ്യൂവൽ വെള്ളത്തിൽ പരന്നു. അത് ഉണ്ടാക്കാവുന്ന അപകടം അതിൻ്റെ വ്യാപ്തിയുമൊക്കെ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കേരള തീരത്ത് കപ്പൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കപ്പൽ മുങ്ങിത്താഴുന്ന ഒരു സംഭവം വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ കപ്പൽ എങ്ങനെ മുങ്ങി? ഈ ചോദ്യം ഇതാണ് നമ്മളിന്ന് ചോദിക്കുന്ന പ്രധാന ചോദ്യം. ഈ കപ്പൽ മുങ്ങാൻ കാരണം എന്താണ്? 640 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തുനിന്ന് കയറ്റി കൊച്ചിയിലേക്ക് പോയ കപ്പൽ ഈ മൺസൂൺ കാലാവസ്ഥ മോശമാണ്. ഈ കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ നിരവധി കപ്പലുകൾ 10,000-25,000 കണ്ടെയ്നറുകൾ കയറ്റിയ കപ്പലുകൾ പതിവായി സഞ്ചരിക്കുന്ന കപ്പൽ പാതയിൽ മറ്റ് കപ്പലുകൾക്കൊന്നും ഉണ്ടാകാത്ത ഒരു അപകടം പൂർണ്ണമായി മുങ്ങിപ്പോകുന്ന തരത്തിൽ ഈ MSC എൽസ എന്ന കപ്പൽ എങ്ങനെ മുങ്ങി? ഇതാണ് ചോദ്യം. ഇത് മുങ്ങാൻ കാരണം എന്താണ്? കപ്പലിൻ്റെ കേടുപാടുകളോ അല്ലെങ്കിൽ കപ്പലിൽ വെള്ളം കയറുകയോ അങ്ങനെയല്ല. ഈ കണ്ടെയ്നറുകൾ ചരിയുകയും അങ്ങനെ കപ്പലൊരു വശത്തേക്ക് പൂർണ്ണമായി ചരിയും. ഇതിൻ്റെ അകത്തുള്ള ഭാരത്തിന് ഇതിൻ്റെ സന്തുലിതാവസ്ഥയിൽ വന്ന വ്യത്യാസമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും അദാനി പോർട്ടിൽ നിന്നും വിഴിഞ്ഞം അദാനി പോർട്ടിൽ നിന്നും ഈ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്ത് ലോക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് ലോഡ് ചെയ്ത 640 കണ്ടെയ്നറുകളിൽ 160ഓളം കണ്ടെയ്നറുകൾ empty ആണ്. അപ്പോൾ ഇത് ലോഡ് ചെയ്ത് ലോക്ക് ചെയ്ത് ലാഷ് ചെയ്യുക എന്ന് പറയും. ഈ കണ്ടെയ്നറുകൾ ഇരുമ്പ് പൈപ്പ് സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അനങ്ങില്ല. കപ്പലിൻ്റെ ബാലൻസിങ്ങും മറ്റുമൊക്കെ കപ്പൽ അധികൃതരാണ് ഉറപ്പാക്കേണ്ടത്. അപ്പം ഇതിൽ വന്ന അപാകതയായിട്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് ഈ കണ്ടെയ്നറുകൾ കയറ്റിയത് empty കണ്ടെയ്നറുകൾ എവിടെയാണ്, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുള്ള കണ്ടെയ്നറുകൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. അതാണ് ബാലൻസിങ്. ആ ബാലൻസിങ്ങിൽ വന്ന പെശകാണോ, ആ പെശകാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്.
അപ്പം ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം അടിയന്തരമായി വേണം. അടിയന്തരമായി അങ്ങനെയാണ് വിദേശത്തൊക്കെ ഒരു കപ്പൽ മുങ്ങുകയാണെങ്കിൽ കടലിൽ അതുപോലെ അസാധാരണമായ എന്തെങ്കിലും എണ്ണയോ മറ്റോ പടരുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ പോലീസിന് കേസെടുക്കാം. കോസ്റ്റൽ പോലീസിനും പിന്നെ കോസ്റ്റ് ഗാർഡിനും കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും ഈ കാര്യത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡിന് കോസ്റ്റൽ പോലീസിന് 100 നോട്ടിക്കൽ മൈൽ വരെ പരിധിയിലുള്ള ഇത്തരം അപകടങ്ങളിൽ അന്വേഷിച്ച് കേസെടുക്കാനുള്ള അധികാരം, പ്രത്യേക അധികാരം തന്നെയുണ്ട്. ഇതൊന്നും പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ കപ്പലിൻ്റെ കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഒരു കുഴപ്പം കൊണ്ടോ എന്നുള്ളതല്ല, ഇത് ലോഡ് ചെയ്തിരിക്കുന്ന ഭാരമേറിയ വസ്തുക്കൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ലോഡ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ബാലൻസിങ്ങിൽ വന്ന പിഴവാണെന്ന് ഈ മാരിടൈം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇതിനാണ് യഥാർത്ഥത്തിൽ ഈ ആദ്യം അന്വേഷണത്തിന് ഉത്തരവിടേണ്ടത്. പക്ഷേ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. കപ്പൽ മുങ്ങി 24 മണിക്കൂർ കൊണ്ട് കപ്പൽ പൂർണ്ണമായി മുങ്ങി. കാർഗോകൾ കേരളത്തിൻ്റെ തീരങ്ങളിൽ, തെക്ക് പടിഞ്ഞാറൻ തീരങ്ങളിൽ, അതായത് ആലപ്പുഴയിൽ നിന്ന് തെക്കോട്ട്, തോട്ടപ്പള്ളിയിൽ നിന്ന് തെക്കോട്ട് കൊല്ലം, അതുപോലെ ഇനി അത് തെക്കോട്ട് ഈ ബാക്കിയുള്ള MT കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് ഈ കപ്പലിൽ നിന്ന് വോയിസ് റെക്കോർഡറോ അല്ലെങ്കിൽ ലോഗ് ബുക്കോ ഒന്നും ഇതുവരെ കണ്ടെത്തിയതായിട്ടോ ഈ കപ്പലിലുണ്ടായിരുന്ന വസ്തുതകൾ എന്താണെന്ന്, ഇപ്പോൾ കൊച്ചിൻ പോർട്ടിലേക്ക് വരുന്ന ഒരു കപ്പൽ, ഒരു കണ്ടെയ്നർ കപ്പൽ, അതിൽ എന്തൊക്കെ കാർഗോ ഉണ്ടെന്ന് അതിന് തലേന്ന് തന്നെ കസ്റ്റംസ് മാനിഫെസ്റ്റോ എന്തൊക്കെയായിരുന്നുവെന്ന്, എവിടേക്ക് പോകേണ്ടതാണ് എന്നും കൃത്യമായി അറിയിക്കുകയും അത് ചീഫ് സെക്രട്ടറിക്ക് കിട്ടുകയും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളുണ്ട്. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങുന്ന ഒരു പ്രതിഭാസം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ കണ്ടെയ്നർ ലോഡിങ്ങിൽ വന്നിട്ടുള്ള തകരാറാണോ, അത് ലോക്ക് ചെയ്യുന്നതിൽ വന്ന തകരാറാണോ, അല്ലെ അതിൻ്റെ ബാലൻസ് നോക്കുന്നതിലുള്ള തകരാറാണോ, ഇങ്ങനെ പല കാര്യങ്ങളുമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു അന്വേഷണ ഉത്തരവിട്ടിട്ടില്ല. ഇതുവരെ 24 മണിക്കൂർ കൊണ്ട് ഈ കപ്പൽ മുങ്ങി താഴ്ന്നതിന് ശേഷവും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വരികയോ അവരിതിൻ്റെ എന്ത് നടപടിയെടുത്തു എന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വശത്ത് ഇങ്ങനെ ഒരു അലംഭാവം. അതുപോലെ തന്നെ MSC ഷിപ്പിംഗ് കമ്പനിയാണ് വിഴിഞ്ഞത്ത് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. പക്ഷേ 85% വിഴിഞ്ഞത്ത് വന്നിരിക്കുന്ന കണ്ടെയ്നറുകളിൽ ഭൂരിഭാഗവും MT കണ്ടെയ്നറുകളാണ് എന്ന് കപ്പൽ കമ്പനികൾക്കിടയിൽ തന്നെ പരസ്യമായ ഒരു രഹസ്യമാണ്. അപ്പോൾ ഇതിനകത്ത് MT കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന് ഇവിടെ നിറച്ചു വച്ചിരിക്കുകയാണ് MSCയുടെ. ഇതിൻ്റെ മറ്റൊരു വശം, ഈ കടലിൽ ഒഴുകി പരക്കുന്ന എണ്ണ മത്സ്യസമ്പത്തിനെയും അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൺസൂൺ കാലവർഷം കൂടുതലായിട്ടുണ്ടായിരുന്നത് കൊണ്ടും മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും കടലിൽ യാനങ്ങൾ അധികമായിട്ടുണ്ടായിരുന്നില്ല. ഈ അപകടം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴുകിപ്പോയ കണ്ടെയ്നറുകളും അങ്ങനെയുള്ള സാധനങ്ങളുമൊക്കെ ബോട്ടിലിടിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള മറ്റ് അപകടങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വാണിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകൾ, ഏതാണ്ട് 2000-ലേറെ ട്രോളിംഗ് ബോട്ടുകൾ പണിയെടുക്കുന്ന ഒരു തീരമേഖലയാണ് ഈ ആലപ്പുഴ, കൊച്ചി, മുനമ്പം, വിഴിഞ്ഞം വരെയുള്ള നമ്മുടെ തീരക്കടൽ. അതുപോലെ തന്നെ ഏറ്റവും സമൃദ്ധമായ വെഡ്ജ് ബാങ്ക് എന്നറിയപ്പെടുന്ന, കൊല്ലം ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ഒരു ചാകരക്കാലം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ കെമിക്കലും ഈ ഓയിലും കടലിലേക്ക് ഒഴുകി പരന്നിരിക്കുന്നത്. ഇതൊരു നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് കൈകാര്യം ചെയ്ത് ഇതിനെ അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ ഇവിടെ ഈ മത്സ്യത്തിനും ഈ മത്സ്യസമ്പത്തിനും ദോഷമുണ്ടായാൽ അത് നേരിട്ട് ബാധിക്കുന്നത് ഇത് ഭക്ഷിക്കുന്ന നമ്മൾക്ക് തന്നെയാണ്. കപ്പലിൽ നിന്ന് ഒഴുകി നടന്ന കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞു കഴിഞ്ഞു. കൊല്ലം ശക്തികുളങ്ങര തന്നെ 3-4 കണ്ടെയ്നറുകൾ അടിഞ്ഞു. അപ്പോൾ ഈ കണ്ടെയ്നറുകളിൽ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയും, പിന്നെ ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോകുന്നവരാണെങ്കിൽ അവരുടെ വള്ളങ്ങളിൽ ഇടിക്കാനും ഒക്കെയുള്ള ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സംശയവും കൗതുകവും ഒക്കെ ആൾക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകും. മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മളുടെ ഈ ഇത്തരം സന്ദേശങ്ങൾ തന്നെ ചിലപ്പോൾ കേൾക്കണമെന്നില്ല. അപ്പോൾ അത് ഒന്ന്. പിന്നെ അല്ലാതെ ഈ കെമിക്കൽ അടങ്ങിയ കണ്ടെയ്നറുകളും കപ്പലും വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുകയാണ്. അത് ഉയർത്തിക്കൊണ്ടുവരാനും അതെടുക്കാനുമുള്ള സാൽവേജ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെയും അത് നടക്കുന്ന ഘട്ടത്തിലാണ് ഈ ഇതിനകത്തുള്ള രാസവസ്തു വെള്ളവുമായി ചേർന്നാൽ പൊട്ടിത്തെറിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ഒക്കെ പറയുന്നത്. അത് വെള്ളത്തിൽ കലരുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നു.
പിന്നെ വിഴിഞ്ഞത്ത് എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള കാർഗോ ഓപ്പറേഷൻസ് നടക്കുന്ന സ്ഥലത്ത് പക്ഷേ മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൈകടത്തിൽ ഉണ്ടായ അപാകതയാണോ അല്ലെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന പാളിച്ച എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും തുടക്കത്തിൽ തന്നെ ഈ തെറ്റ് തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ ഈ തീരമേഖല ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുകയും മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുകയും ചെയ്യുന്ന തീരമേഖലയിൽ ഇതുപോലുള്ള കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുകയും കണ്ടെയ്നർ തെറിച്ചു പോവുകയും അതിനകത്ത് കെമിക്കൽ കടലിൽ പടരുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പ്രഥമമായും ചെയ്യേണ്ടത് ഈ കപ്പൽ മുങ്ങിയതിൻ്റെ കാരണം, ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷണത്തിന് ഉത്തരവിടണം. ഈ വികസിതമായ ഈ പുരോഗമന കാലത്ത് വലിയ ഫിഷിംഗ് ബോട്ടുകൾ പോലും കടലിൽ അപൂർവമായാണ് മുങ്ങിത്താഴുന്നത്. കടലിന് പോകുമ്പോഴും ഒക്കെ വളരെ അപൂർവമായിട്ടാണ് മുങ്ങിത്താഴുന്നത്. അപ്പോൾ ഇത്രയും കൂറ്റൻ ഒരു കപ്പൽ മുങ്ങിത്താഴേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നത് മനുഷ്യരുടെ ഒരു അലംഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിലെ ഒരു അശ്രദ്ധ കൊണ്ടാണ് എങ്കിൽ അതിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കണമെന്നും ഇപ്പോൾ ഇത് വിഴിഞ്ഞത്ത് അദാനി പോർട്ടിൻ്റെ അവിടുന്ന് കണ്ടെയ്നറുകൾ എല്ലാം കമ്പ്യൂട്ടറിലും ഒക്കെ ഏറ്റവും ആധുനികമായ രീതിയിലാണ് ഇതെല്ലാം വെക്കുന്നത്. അപ്പോൾ അതിലും മനുഷ്യൻ്റെ കൈകടത്തലുകളുണ്ട്. അപ്പോൾ അവിടെ അവർ ഇത് കയറ്റി വെച്ചതിലും ഇതിൻ്റെ ബാലൻസിങ് നോക്കുന്നതിലും കപ്പൽ അധികൃതർക്കും പാകപ്പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് അന്വേഷിക്കണമെന്ന് പറയുന്നത്. അത് അന്വേഷിക്കുകയും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ഈ അപകടത്തിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം. കാരണം ഇത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും ഇതുവരെ കണ്ടില്ല. അതാണ് ഇതിൻ്റെ ലോഗ് ബുക്കും അതുപോലെ ഇതിൻ്റെ വോയിസ് റെക്കോർഡറും അതിലെ കാർഗോ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇപ്പോൾ MSC പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് വിഴിഞ്ഞത്തെ 3/4 ഭാഗവും പൂർണ്ണമായും വിഴിഞ്ഞത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കി അവരിത് എന്താണ് എന്നുള്ളത് ഈ തെറ്റ് തിരുത്തുകയും ഇതുപോലത്തെ അപകടം ഈ തീരപ്രദേശങ്ങളിൽ ഏറ്റവും മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധനം നടത്തുന്ന ഈ തീരമേഖലയുള്ള ഈ പ്രദേശത്ത് വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടാൽ ഇതൊരു വലിയ ദുരന്തമായി കലാശിക്കത്തതേ ഉള്ളൂ. അതിൻ്റെ ഫലങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ നേരിടേണ്ടത് നമ്മളാണ്.